റിപ്പോർട്ടുണ്ട്. ഫെബ്രുവരി 19-നാണ് ടൂർണമെന്റ് തുടങ്ങുന്നത്. ജഫലാഡിസിന് പകരക്കാരനെ കണ്ടെത്താൻ ICC നടപടി തുടങ്ങിയിട്ടുണ്ട്. ബിരുദാനന്തര മെഡിക്കൽ പ്രവേശനത്തിൽ സംസ്ഥാന ക്വാട്ടയ്ക്കുള്ളിൽ സ്ഥിരവാസ സ്ഥലം അടിസ്ഥാനമാക്കിയുള്ള സംവരണം സുപ്രീം കോടതി റദ്ദാക്കി. താമസാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി. പ്രവേശനം മെറിറ്റിൽ നടത്തണമെന്നും ജസ്റ്റിസ് ഋഷികേശ് റായ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടു. പൗരന് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം തിരഞ്ഞെടുക്കാനും അവകാശമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ബിരുദ കോഴ്സുകൾക്ക് താമസാടിസ്ഥാനത്തിൽ സംവരണമാവാം. എന്നാൽ PG കോഴ്സുകളിൽ സ്പെഷ്യലൈസേഷൻ കണക്കിലെടുക്കുമ്പോൾ അത് തുല്യതയ്ക്കുള്ള ലംഘനമാവുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഉത്തരവ് ഇതുവരെയുള്ള പ്രവേശനങ്ങൾക്ക് ബാധകമാവില്ല. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിക്കെതിരെയുള്ള അപ്പീലാണ് 3-അംഗ ബെഞ്ചിന് വിട്ടത്. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി കുറച്ചേക്കുമെന്ന് റിപ്പോർട്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനിടയിലാണ് ഇന്ത്യയുടെ നീക്കം. പ്രത്യേകതരം സ്റ്റീൽ, മോട്ടോർ സൈക്കിൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ തീരുവയാണ് കുറയ്ക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുന്നത് ആഭ്യന്തര വ്യവസായങ്ങളെ ബാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. ശനിയാഴ്ച അവതരിപ്പിക്കുന്ന ബജറ്റിൽ തീരുമാനമുണ്ടാവുമെന്ന് സൂചനയുണ്ട്. 100%-ലധികം തീരുവയുള്ള 20 ഇനങ്ങളാണ് US-ൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്.